നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നമസ്കാരം. എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് സമയം എനിക്ക് തരണം. ശരി, വാ. പറ, എന്താ കാര്യം? അമ്മ തെറ്റിദ്ധരിക്കരുത്. എന്റെ അക്കുച്ചേട്ടനെ കല്യാണം നടന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് അറിയാലോ. ഇപ്പൊ ഞാൻ വന്ന അതൊന്നും പറയാനല്ല. അന്നങ്ങനെ സംഭവിച്ചതില് എനിക്കും അക്കുച്ചേട്ടനും അറിഞ്ഞുകൊണ്ടൊരു ബന്ധവുമില്ല. അരവിന്ദേട്ടന്റെ ചതി കാരണം എന്റെ ജീവിതത്തിലും അക്കുച്ചേട്ടന്റെ ജീവിതത്തിലും എന്തൊക്കെയോ നടന്നത്. ഇതൊക്കെ നടന്നിട്ടും ആകാശ് ചതിച്ചു എന്ന് പറഞ്ഞ് ശ്രേയ അക്കുച്ചേട്ടനെ ഒരുപാട് കഷ്ടപ്പെടുത്തി. അതെല്ലാം സഹിച്ചും ക്ഷമിച്ചോ ഞങ്ങൾ ജീവിക്കുന്നത്. അതൊക്കെ സമ്മതിച്ചു. നീ ഇപ്പൊ ഇവിടെ കയറി വന്ന കാര്യം പറ. ശ്രേയ അരവിന്ദേട്ടനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതും അതമ്മ വീട്ടിൽ വന്ന് സംസാരിച്ചതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ? എന്തുകൊണ്ട് ശരിയല്ല? അമ്മ ഇങ്ങനെ ചോദിക്കാമോ? ശ്രേയ ആകാശിനെ സ്നേഹിച്ചതാ, പിന്നിങ്ങനെ അരവിന്ദേട്ടനെ കല്യാണം കഴിക്കാൻ പറ്റുന്നേ? ഇനി ശ്രേയ ആഗ്രഹിച്ച പോലെ അരവിന്ദേട്ടനെ കല്യാണം കഴിച്ച് വീട്ടിൽ വന്നാലും എല്ലാവരും ഒരു വീട്ടില് ഒരുമിച്ചല്ല ജീവിക്കേണ്ടത്. പരസ്പരം മുഖത്തേക്ക് എങ്ങനെ നോക്കും? ഒരു ചേട്ടത്തിയായിട്ട് കാണാൻ കഴിയോ? ഇത് അക്കുച്ചേട്ടന് മാത്രല്ല, അരവിന്ദേട്ടനും ബുദ്ധിമുട്ടായിരിക്കും. ശ്രേയയുടെ മനസ്സിൽ സങ്കടം ഉണ്ടാവില്ലേ? ശ്രേയ ഞങ്ങളുടെ വീട്ടിലേക്കുള്ളൊരു ജീവിതം മോഹിച്ചാണ് വന്നതെങ്കിൽ കുഴപ്പമില്ല. എന്നോടും അക്കുച്ചേട്ടനോടും പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ഈ കല്യാണം എന്നോട് വാശിയോടെ പറഞ്ഞതാ. പ്രതികാരത്തിനിറങ്ങിയ സ്വന്തം ജീവിതം കൂടി അതിലൂടെ നഷ്ടാവുമെന്ന് ശ്രേയ ചിന്തിക്കുന്നില്ല. അമ്മയ്ക്ക് ജീവിതാനുഭവങ്ങളുണ്ടല്ലോ. ശ്രേയക്ക് നല്ലൊരു ജീവിതം കിട്ടാനുള്ള വഴി നോക്കണം. എന്താ അമ്മ ഒന്നും പറയാത്തത്? ഞാൻ പറയടി. എടി ഐശ്വര്യം കിട്ടവളെ, ഇവിടെ കേറി വന്ന് എന്റെ മോനെ കുറിച്ചും അവന്റെ ഭാര്യയാകാൻ പോകുന്ന ഈ പെൺകുട്ടിയെ കുറിച്ചും അനാവശ്യം പറയാനുള്ള ചങ്കുറ്റ എവിടുന്ന് കിട്ടിയടി? മനസ്സ് നിറയെ അസൂയം കുശുമ്പും അഹങ്കാരം കൂടെ കുത്തി നിറച്ചും എന്റെ മോന്റെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കിയാലുണ്ടല്ലോ നിന്നെ. ആ, എനിക്കറിയാടി എന്റെ മോന്റെ ജീവിതം തൊലയ്ക്കാൻ നീ ഏത് വഴി സ്വീകരിക്കുമെന്ന്. അഹങ്കാരി. അമ്മായി വിചാരിക്കുന്ന പോലെയല്ല. ഓ, പിന്നെ ഈ കല്യാണം മുടക്കാൻ നിനക്ക് ഇത്രയും ചിന്തിക്കാമെങ്കിൽ ഞങ്ങൾക്ക് നടത്താൻ അതിനപ്പുറം ചിന്തിക്കാം. മുദ്രപത്രത്തിൽ ഞാൻ ഒപ്പിടുന്ന പ്രതീക്ഷയിലാണെന്നല്ലോ നീ അവനും. എടി തുണിക്കച്ചവടക്കാരി, എന്റെ കാല് പിടിച്ച് കാര്യം നടക്കില്ലെന്ന് മനസ്സിലായപ്പോ മറുതന്ത്രവുമായിട്ട് ഇങ്ങോട്ട് വെച്ചു പിടിച്ചു. കൊള്ളാടി, നിന്റെ അടുത്തടവെന്ന് അറിയാനാ നീ വന്നപ്പോ ഞങ്ങൾ മാറിയുന്നത്. പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടു. അയ്യോ, നിന്നെ കണ്ടൊരു പാവായിട്ട് തോന്നും. ദേഷ്യം പോലും വരില്ല. അരവിന്ദേട്ടാ, തെറ്റായ ഒരു തീരുമാനത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വന്നതാ ഞാൻ. അതിലെനിക്ക് ഒരു കുറ്റബോധവും ഇല്ല. ഞാൻ സംസാരിച്ചതെല്ലാം മാറി നിന്ന് കേട്ടതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങളും മനസ്സിലാക്കിയാൽ എനിക്ക് അതിലേറെ സന്തോഷാവും. നിർത്തടി. നിന്റെ ബാലമാമനുണ്ടല്ലോ, ഈ കല്യാണത്തിന് സമ്മതിച്ച് മുന്നിൽ നിന്ന് നടത്തി തരാന്ന് പറഞ്ഞിരിക്കുക.
മാഷിനെ ധിക്കരിച്ച് നീ നിന്റെ ഭർത്താവ് കൂടെ ചേർന്ന് അടുത്തൊരു പണിയായിട്ട് വന്നിരിക്കല്ലേ? എടി, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്ക, എന്റെ മോന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? അമ്മായി, അരവിന്ദേട്ടന്റെയും ശ്രേയയുടെയും ജീവിതം നശിച്ചു കാണാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാ. എന്തോടി നിന്നെ? അമ്മേ, റിലാക്സ് റിലാക്സ്. അതെ, നീ വന്ന് ഉപദേശിച്ച് എന്റെ മോളുടെ ജീവിതം നന്നാക്കേണ്ട കാര്യമൊന്നുമില്ല. ശ്രേയയുടെ അന്തസ്സിന് മുന്നിൽ നിൽക്കാനുള്ള യോഗ്യതയുണ്ടോടി നിനക്ക്? തെരുവ് മുഴുവൻ തെണ്ടി നടന്ന് തുണി വിൽക്കുന്ന നിനക്ക് എന്ത് യോഗ്യതയാടി എന്റെ മോളുടെ ജീവിതത്തിൽ ഇടപെടാൻ? അങ്ങനെ ചോദിക്കണ്ടേ രാജി? സാഹചര്യമാണ്, ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. എന്റെ മോൾ ആകാശിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും മാമന്റെ വീട്ടിലെ മരുമകളാകാൻ മോഹിച്ച് അവനെ വളച്ചെടുത്തിട്ട് ഇപ്പൊ നല്ലവളായി അഭിനയിച്ചു നിൽക്കുന്നു. ശ്രേയയുടെ തെറ്റിദ്ധാരണ പോലെ തന്നെയാ അമ്മയും കരുതിയിരിക്കുന്നത്. എന്റെ മോള് ചിന്തിക്കുന്നത് എന്തോ അതേ ഞാനും ചിന്തിക്കൂ. ഇവളുടെ ശരിയാ എന്റെ ശരി. ഇവളൊരു തീരുമാനമെടുത്താ അതിന് എന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ശ്രേയമോള് കരഞ്ഞാ ഞാനും കരയും. ഇവള് ചിരിച്ചാ ഞാനും ചിരിക്കും. എന്റെ മോളുടെ എന്ത് കാര്യത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. അരവിന്ദനെ കല്യാണം കഴിക്കാൻ ഇവൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നടത്തിയിരിക്കും. എന്താ ചാരു, എന്റെ അമ്മയെ കണ്ട് മനസ്സ് മാറ്റി ഈ കല്യാണം നടത്താതിരിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കി വന്നതല്ലേ നീ? അമ്മ പറഞ്ഞത് കേട്ടല്ലോ. അമ്മയുടെ മറുപടി അല്ല മേഡം, തുണിക്കച്ചവടക്കാരുടെ മുഖത്ത് കൊടുത്ത അടിയാ. നീ പറഞ്ഞത് കേട്ട് നിനക്കും ആകാശനം നടന്ന കല്യാണം ആക്സിഡന്റലായിട്ട് എനിക്കും തോന്നും. പക്ഷേ ഞാൻ അരവിന്ദനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോ അത് നീ മുടക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ആയിരിക്കും എന്റെ ആകാശിന്റെയും കാര്യത്തിൽ നീ അന്ന് ചെയ്തത്. എന്റെ അമ്മ പറഞ്ഞത് ശരിയാ. നീ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നതല്ലേ, ഒരു കാര്യം കേട്ടിട്ട് പൊയ്ക്കോ. ഈ കല്യാണം നിന്റെ ബാലമാമന്റെ സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും നടത്തി ആ വീട്ടിലേക്ക് മരുമകളായി വന്ന് നിന്റെ ബാലമാമനെ കൊണ്ട് തന്നെ നിന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും ഞാൻ. നീ എന്തിനാ മോളെ ഇവളോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? മോളുടെ സ്റ്റാറ്റസ് ആണോ ഇവൾക്കുള്ളത്? ഇവളെ ഇവിടെ നിർത്തി സംസാരിക്കുന്നത് പോലും നമുക്കൊക്കെ നാണക്കേടാ. ഇറങ്ങടി അങ്ങോട്ട്. അമ്മായി, അമ്മായി, ഇറങ്ങാൻ. അമ്മായി, വീട്. അമ്മായി, പറയുന്നത് കേക്ക്. ആ